ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ചന്തുമോളെ അടിച്ചതിൻ്റെ പേരിൽ അനാമികയെ നയന നന്നായി വിമർശിക്കുന്നുണ്ട്. എന്നിട്ട് നയന പറയുന്നുണ്ട്, ഇനിയും നീ ഇത് ആവർത്തിച്ചാൽ പാലിൽ വിഷം ചേർത്തതുൾപ്പെടെ നീ ചെയ്ത എല്ലാ അതിക്രമവും ഞാനിവിടെ എല്ലാവരോടും തുറന്നു പറയുന്നതായിരിക്കും. അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ജാനകി വരുന്നത്. എന്ത് തുറന്നു പറയുമെന്നാണ് നീ പറയുന്നത്? എടി, നീ എൻ്റെ മരുമകളെ ഭീഷണിപ്പെടുത്തുകയാണോ? അപ്പോൾ നയന പറയുന്നുണ്ട്, മരുമകൾ ചെയ്തത് നല്ല പ്രവൃത്തിയല്ലാത്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ സംസാരിക്കേണ്ടി വന്നത്. ഇവൾ ആ കുഞ്ഞിനെ തല്ലി. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ആ സമയം അനാമിക പറയുന്നുണ്ട്, എൻ്റെ മുറിയിൽ വന്നിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുക അവള്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, പിന്നെ തല്ലിയതിൽ തെറ്റില്ലല്ലോ, അതിപ്പോൾ ഞാനായിരുന്നുവെങ്കിലും തല്ലിയേനെ. അത് കേട്ട് നയനക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ മനസ്സറിയാത്ത വല്യമ്മയൊക്കെ എങ്ങനെ ഒരു അമ്മയായി എന്നാ ഞാൻ ആലോചിക്കുന്നത്. അത് കേട്ട് ജാനകി പറയുന്നുണ്ട്, നീ ഇവിടെ കയറി വന്നപ്പോഴേ ഒരുപാട് മനുഷ്യത്വം ഞാൻ കാണിച്ചതാ. പക്ഷേ എനിക്കൊരു നല്ല മരുമകളെ കിട്ടുമെന്നായപ്പോൾ നീയും നിൻ്റെ ചേച്ചിയുമൊക്കെ അനിയത്തിക്ക് വേണ്ടി ചരട് വലിച്ചു. അന്ന് തൊട്ട് നീ എൻ്റെ ശത്രുവാ. ഒളിഞ്ഞും തെളിഞ്ഞും നീ എൻ്റെ മരുമകളെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഒരു കാരണവശാലും മോളിവിടുന്ന് ഓടിപ്പോവുകയില്ല. ഓടുന്നെങ്കിൽ നീയൊക്കെയേ ഓടത്തുള്ളൂ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇവളെ ഓടിപ്പിക്കാനേ എനിക്കൊരു നിമിഷം മതി. പിന്നെ ഇളയമ്മ പറഞ്ഞതുപോലെ എൻ്റെ അനിയത്തിയെ ഇങ്ങോട്ട് കടത്തിവിടാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട് നയന. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ഓ പിന്നെ അല്ലെങ്കിൽ നീ അങ്ങ് ചെയ്തേനെ. എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട്, മോളെ, ഇവളുമാരുടെ മുൻപിൽ നീ ഇങ്ങനെ താഴ്ന്നു കൊടുക്കരുത്, വിട്ടുകൊടുക്കുകയും ചെയ്യരുത്. പിന്നെ കാണിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്തുമോളെ എടുത്ത് താഴേക്ക് വരുന്നുണ്ട് നയന. ഇടയ്ക്കിടയ്ക്ക് പോട്ടെ മോളെ, സാരമില്ല, കരയാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും മുത്തശ്ശനും മുത്തശ്ശിയും താഴെ സോഫയിൽ ഇരുന്നിട്ടുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അല്ല മോൾക്ക് എന്തു പറ്റി? നയന കാര്യം പറയുന്നുണ്ട്, ഇവിടെ ഒരു രാജകുമാരി ഉണ്ടല്ലോ അനാമിക, അവൾ തല്ലിയതാ. അത് കേട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇത് ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇനിയും ഇത് ആവർത്തിക്കും. നയന പറയുന്നുണ്ട്, വെറുതെ വഴക്ക് വേണ്ട മുത്തശ്ശി. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് വഴക്കല്ല, ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഏതായാലും ഇത് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. വഴക്ക് പറഞ്ഞതോ പോട്ടെ, അവളുടെ ദേഹത്ത് കൈവെക്കാൻ അവൾക്ക് എന്താ അധികാരം? എന്നിട്ട് മുത്തശ്ശൻ വന്ന് അനാമികയെ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശൻ അനാമികയോട്, ഇനി നീ ഇത് ആവർത്തിച്ചാൽ പിന്നെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും. അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും മുത്തശ്ശന് വേണ്ട മര്യാദയൊന്നും കൊടുക്കുന്നില്ല. അവളെ വല്ല അനാഥാലയത്തിൽ ഏൽപ്പിക്കുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ റൂമിൽ വരുന്നത് എനിക്കിഷ്ടമല്ല എന്നിങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് വന്ന ആനി പറയുന്നുണ്ട്, നിന്നെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കുന്നതാണ് നല്ലത്, നിൻ്റെ പിരി ഇളകി കിടക്കുകയാ. അത് കേട്ട് അനാമികക്ക് അനിയോട് ദേഷ്യം വരുന്നുണ്ട്. ഏതായാലും പ്രശ്നം അധികം വഷളാക്കണ്ട എന്ന് കരുതി മുത്തശ്ശൻ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നബിയുടെ വീടാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നബിയുടെ അടുത്തേക്ക് അബി വരുന്നുണ്ട്. നബി ചോദിക്കുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ട് നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അപ്പോൾ അബി പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം എടുക്കാതിരുന്നതാണ്. അതെന്താ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട് നബി. അപ്പോഴല്ലേ എനിക്ക് നിനക്ക് സർപ്രൈസ് തരാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് അബി ഒരു ഗിഫ്റ്റ് പാക്കറ്റ് നവ്യക്ക് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് കണ്ടതും നവ്യക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. നല്ല ഒരു സാരി ആയിരിക്കും അത്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട്, നീ ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗിഫ്റ്റ് വാങ്ങി തരുന്നുണ്ടല്ലോ. അപ്പോൾ അഭി ചോദിക്കുന്നുണ്ട്, എന്താ വേണ്ടേ? എന്നാൽ ഇനി വാങ്ങി തരുന്നില്ല. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, അങ്ങനെ പറയല്ലടാ, എനിക്ക് നീ ഇങ്ങനെ വാങ്ങിത്തരുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്, നീ ഇടയ്ക്കിടയ്ക്ക് വാങ്ങി തരണം എന്ന് വളരെ സ്നേഹത്തോടെ പറയുന്നുണ്ട്. പിന്നെ അബി ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, അവൾ വിചാരിക്കുന്നത് ഇതൊക്കെ അവളോടുള്ള സ്നേഹം കൊണ്ട് വാങ്ങിക്കൊടുത്തതാണെന്നാണ്. അങ്ങനെ തന്നെ വിചാരിക്കട്ടെ. എന്നിട്ട് പിന്നെ നവ്യയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അനഘയെയാണ്. അനഘ ഇപ്പോൾ അവളുടെ വീട്ടിലാണ് ഉള്ളത്. ഒരു സ്ത്രീ അവൾക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അനഘയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയുണ്ട് സാറേ, പക്ഷെ പറയുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. മോളെപ്പറ്റി ഓർത്ത് കരയുന്നതാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, മോളെപ്പറ്റി ഓർത്ത് ഒന്നും വിഷമിക്കേണ്ടതില്ല, മുത്തശ്ശൻ അവളെ ദത്തെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ എൻ്റെ ഭാര്യയും അവളെ ഒരു മകളായി തന്നെ സ്നേഹിക്കാനും തുടങ്ങിയിരിക്കുന്നു. എനിക്ക് പക്ഷേ അവളോട് അത്രയ്ക്ക് അടുക്കാൻ കഴിയുന്നില്ല.
ചന്തുമോൾ എൻ്റെ മകളല്ലെന്ന് അനഘയ്ക്കും എനിക്കും അറിയാം. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. എങ്കിലേ എനിക്കും അവളെ സ്നേഹിക്കാൻ കഴിയൂ. ഏതായാലും നീ പേടിക്കേണ്ട അനഘയെ. ചന്തുമോൾ അവിടെ സുരക്ഷിതമായിട്ടും സന്തോഷത്തോടു കൂടിയുമാണ് അവിടെ വളരുന്നത്. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ അതാ അഭിയും കാറുമായി അവിടേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ? അപ്പോൾ അഭി തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഏട്ടൻ എന്താ ഇവിടെ? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാൻ അനഘയെ കാണാൻ വന്നതാ. നീ ആ പ്രശ്നത്തിന് ശേഷം ഇവളെ കാണാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആദർശ് അഭിയോട്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഞാനും അനഘയുടെ കാര്യങ്ങളെല്ലാം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് അഭി പറയുന്നുണ്ട്, ഏട്ടന് വരാതിരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ചന്തുമോളുടെ അമ്മയല്ലേ ഇവിടെ കിടക്കുന്നത്? ഏട്ടന് വഴിവിട്ട ബന്ധത്തിലുള്ള കുഞ്ഞല്ലേ ചന്തുമോള്? ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട് ആദർശിന്. എന്നിട്ട് പിന്നെയും അഭി പറയുന്നുണ്ട്, അനഘയ്ക്ക് സുഖമായാൽ ഏട്ടന് പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതിലൊന്നും എനിക്കൊരു പേടിയുമില്ല. അവൾക്ക് സുഖമായാൽ അവൾ തന്നെ വിളിച്ചു പറയും ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ ആരെന്ന്. അതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് സുഖമാകണേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നേരം അഭി പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട്, അനഘയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഏട്ടനാണോ എന്ന്. ഏട്ടനും അവരും തമ്മിലുള്ള നാണം കെട്ട ബന്ധത്തിനെ പറ്റി അവൾ പറഞ്ഞു നടക്കാതിരിക്കാൻ വേണ്ടി ഏട്ടൻ പണമെറിഞ്ഞോ എന്ന് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി ചിലപ്പോൾ ഡോക്ടറിനെ വരെ ഏട്ടൻ വിലക്കെടുത്ത് കാണുമെന്നൊക്കെ ഇങ്ങനെ ആദർശിനെ കുറ്റപ്പെടുത്തി പറയണം. അത് കേട്ട് ആദർശിൻ്റെ നിയന്ത്രണം വിട്ട് അബിയുടെ കഴുത്തിന് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നെറികെട്ട നാവാണെന്ന് അറിയാം, എന്ന് വെച്ച് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ നിന്റെ നെഞ്ചിടിച്ച് കലക്കും ഞാൻ എന്ന് പറയുന്നുണ്ട് ആദർശ്. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, ലൈക്ക് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.